വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ബാംബു റാഫ്റ്റിങ്ങിന് ഒരുങ്ങുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ്വീപിൽ റാഫ്റ്റിംഗ് സംവിധാനം സജീവമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്താൻ സാധ്യതയെന്നും പ്രതീക്ഷയുണ്ട്. കാട്ടാനാക്രമണത്തെ തുടർന്ന് അടച്ചിട്ട കുറുവ ദ്വീപ് തുറക്കണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഗ്രഹമെന്ന് സ്ഥലം സന്ദർശിച്ച വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. അടുത്ത ടൂറിസം സീസൺ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദ്വീപിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്. റാഫ്റ്റിംഗും കയാക്കിങ്ങും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കാട്ടാന ആക്രമണത്തെ തുടർന്ന് നിലവിൽ കുറുവ ദ്വീപ് അടച്ചിട്ടിരിക്കുകയാണ്. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആഗ്രഹമെന്ന് കളക്ടർ രേണുരാജ് പറഞ്ഞു. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന ആളുകൾ പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേർന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് കുറുവയിൽ പ്രതീക്ഷിച്ചെത്തുന്നതും ഇവിടെ ഒരുക്കിയിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വൈവിധ്യപ്പെടുത്താനും കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ബാംബു റാഫ്റ്റിങ്ങിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പുതിയ ആക്ടിവിറ്റീസ് കയാക്കിംഗ് പോലെയുള്ള പുതിയ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ കുറുവയിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവരുടെ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് റാഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് പിന്നിലുള്ളതെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി KG അജേഷ് പറഞ്ഞു. സഞ്ചാരികൾ ഒരുപാട് വന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ സാമ്പത്തികമായ ഉന്നമനമുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നതിനോടൊപ്പം തന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു ഗുണം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് കുറുവ ഇനി മുതൽ ഒരു റാഫ്റ്റിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജില്ലയിലെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും വിപുലമായ പദ്ധതികളാണ് DTPC ആസൂത്രണം ചെയ്യുന്നത്. 24 വയനാട്. ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കളക്ടറാണ് വയനാട്ടിലുള്ളത് രേണുരാജ്. എന്തായാലും ഈ കുറുവ ദ്വീപ് ഒരുപാട് സന്ദർശകരെ ആകർഷിക്കുന്ന സ്ഥലമാണത്. എത്രയും പെട്ടെന്ന് തുറക്കും എന്നാണ് ജില്ലാ കളക്ടർ രേണുരാജ് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. അങ്ങനെ നടക്കട്ടെ എന്നാണ് 24ൻ്റെ അഭിപ്രായം.